Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chess Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 2 വ്യാഴാഴ്ച 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം വേണമെന്ന് ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ആഹ്വാനം ചെയ്തു. രാജ്യത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഒരു ദേശീയ ഉത്തരവാദിത്തമായി കാണണമെന്നും വരും തലമുറകളെ ഇതിൽ നിന്നും പൂർണ്ണമായി സംരക്ഷിക്കാൻ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2025 2006 ഈ വർഷത്തിന്റെ ആദ്യ 3 മാസങ്ങളിൽ 475 മയക്കുമരുന്ന് കേസുകളാണ് ബഹ്റൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബഹ്റൈൻ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി തങ്ങളുടെ പുതിയ ഇൻസ്പെക്ഷൻ സംവിധാനം പൂർണ്ണമായും ഡിജിറ്റൽവൽക്കരിച്ചു. ഡിജിറ്റൽ സേവനങ്ങൾ എളുപ്പമാക്കിയതോടെ രാജ്യത്ത് പുതിയ വാട്ടർ കണക്ഷനുകൾ അപേക്ഷ സമർപ്പിച്ച് വെറും 2 പ്രവൃത്തി ദിവസങ്ങൾക്കകം ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. പൊതുജനങ്ങൾക്ക് വേഗതയേറിയതും തടസ്സമില്ലാത്തതുമായ സേവനങ്ങൾ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ അതോറിറ്റി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പ്രധാന റോഡുകളിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിനായി പൊതുമരാമത്ത് മന്ത്രാലയം പുതിയ വികസന പദ്ധതി പൂർത്തിയാക്കി. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയും സല്ലാഖ് ഹൈവേയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാന ജംഗ്ഷനിൽ പുതുതായി നിർമ്മിച്ച 2 വരി യു-ടേൺ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഇത് ഈ മേഖലയിലെ വാഹനങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് ഏറെ സഹായകരമാകും. ബഹ്റൈനെ ഒരു പ്രധാന ആഗോള വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി സ്വകാര്യ ഈവന്റ് മാനേജ്മെന്റ് കമ്പനികളുമായി കൂടുതൽ പങ്കാളിത്തത്തിന് ടൂറിസം മന്ത്രാലയം ഒരുങ്ങുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ വിനോദ പരിപാടികളും എക്സിബിഷനുകളും രാജ്യത്തേക്ക് ആകർഷിക്കാൻ സ്വകാര്യ മേഖലയുടെ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻത് ജാഫർ അൽ സൈറാഫി വിവിധ ഈവന്റ് മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. നോർത്തേൺ ഗവർണറേറ്റിൽ നിയമവിരുദ്ധമായും സുതാര്യതയില്ലാതെയും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന 5000-ഓളം അനധികൃത ചാരിറ്റി സംഭാവന പെട്ടികൾ അധികൃതർ നീക്കം ചെയ്തു. കൃത്യമായ അനുമതിയില്ലാതെ ഇത്തരം പെട്ടികൾ സ്ഥാപിക്കുന്നത് തടയാനും ചാരിറ്റി പ്രവർത്തനങ്ങൾ നിയമവിധേയമാക്കാനും ഗവർണറേറ്റിന്റെ നേതൃത്വത്തിൽ വൻ പ്രചാരണമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈനിൽ 4 ലക്ഷം ബഹ്റൈനി ദിനാർ ചിലവഴിച്ച് നടപ്പിലാക്കിയ അത്യാധുനിക സ്മാർട്ട് ക്ലാസ് റൂം പ്രോജക്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രാലയ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ സന സയ്യിദ് അബ്ദുല്ല അൽ ഹദാദാണ് സ്കൂളിലെ പുതിയ സ്മാർട്ട് പഠന സംവിധാനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ത്യൻ സ്കൂളിലെ നിലവിലെ ഭരണപരവും സാമ്പത്തികവുമായ തകർച്ചകൾക്കെതിരെയും സ്കൂളിന്റെ നവീകരണത്തിനുമായി രക്ഷിതാക്കളുടെ സംഘടനകൾ കൈകോർക്കുന്നു. ഇന്ത്യൻ സ്കൂൾ പാരന്റ്സ് ഫോറവും ഇൻഡെക്സും തമ്മിൽ ഔദ്യോഗികമായി ലയിച്ച് യുണൈറ്റഡ് പാരന്റ്സ് പാനൽ എന്ന പേരിൽ പുതിയ സംയുക്ത മുന്നണി രൂപീകരിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നിലവിലെ ഭരണസമിതിയുടെ കടുത്ത അനാസ്ഥയ്ക്കും ഭരണപരാജയങ്ങൾക്കുമെതിരെ ശക്തമായി പ്രവർത്തിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ സ്കൂളിൽ അധ്യാപക ജോലി നേടുന്നതിനായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച 2 വിദേശ പൗരന്മാർക്ക് ബഹ്റൈൻ ലോവർ ക്രിമിനൽ കോടതി കടുത്ത ശിക്ഷ വിധിച്ചു. കുറ്റക്കാരായ 2 പേർക്കും 6 മാസം വീതം തടവ് ശിക്ഷയും ജയിൽവാസം പൂർത്തിയാക്കിയ ശേഷം ഇവരെ രാജ്യത്ത് നിന്ന് നാടുകടത്താനുമാണ് കോടതി ഉത്തരവിട്ടത്. രാജ്യത്തെ വിവിധ മുനിസിപ്പൽ കൗൺസിലുകളുടെ വാർഷിക 60 ദിവസത്തെ വേനൽക്കാല അവധിക്ക് ഔദ്യോഗികമായി തുടക്കമായി. അവധിക്കാലമാണെങ്കിലും രാജ്യത്തെ വികസന പദ്ധതികൾക്കും തദ്ദേശീയമായ പൊതുജന സേവനങ്ങൾക്കും യാതൊരുവിധ തടസ്സവും ഉണ്ടാകില്ലെന്നും എല്ലാ കൗൺസിൽ സേവനങ്ങളും സാധാരണ രീതിയിൽ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. വാണിജ്യപരമായ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സാമ്പത്തിക തർക്കത്തിൽ ബഹ്റൈൻ ഹൈ കൊമേഴ്ഷ്യൽ കോടതി നിർണായക വിധി പുറപ്പെടുവിപ്പിച്ചു. കരാർ വ്യവസ്ഥകൾ പാലിക്കാത്തതിനെ തുടർന്ന് എതിർകക്ഷി കമ്പനി പരാതിക്കാരായ കമ്പനിക്ക് 40,000 ബഹ്റൈനി ദിനാറിലധികം കുടിശ്ശികയും അതോടൊപ്പം നിയമ നടപടികളുടെ ചിലവുകളും നൽകണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് വേനൽക്കാലത്ത് തൊഴിലാളികൾക്കായി നടത്തുന്ന തേഴ്സ്റ്റ് ക്വഞ്ചേഴ്സ് 2026 ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ 2ാം വാര പരിപാടികൾ ഗലാലിയിൽ വെച്ച് നടന്നു. മുഹമ്മദ് ജലാൽ കോൺട്രാക്ടിംഗ് കമ്പനിയുടെ തൊഴിലിടത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കഠിനമായ ചൂടിൽ ജോലി ചെയ്യുന്ന 100 കണക്കിന് തൊഴിലാളികൾക്ക് കുടിവെള്ളവും ഒപ്പം ആരോഗ്യ സംരക്ഷണ നിർദ്ദേശങ്ങളും അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy.
Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പാർസൽ സർവീസ് വഴി മയക്കുമരുന്ന് ബഹ്റൈനിലേക്ക് കടത്തിയ കേസിൽ 3 ഇന്ത്യൻ സ്വദേശികൾക്ക് ഹൈക്രിമിനൽ കോടതി കനത്ത ശിക്ഷ വിധിച്ചു. യുണൈറ്റഡ് കിങ്ഡം, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് കൊറിയർ വഴി വലിയ തോതിൽ കഞ്ചാവും CBD ഓയിലും കടത്തിയ പ്രതികൾക്ക് 10 മുതൽ 15 വർഷം വരെ കഠിന തടവും 10,000 ദീനാർ വീതം പിഴയുമാണ് കോടതി ചുമത്തിയത്. ബഹ്റിൻ കേരള കാത്തലിക് അസോസിയേഷൻ നടത്തുന്ന വിപുലമായ ഓണം പൊന്നോണം 2026 ആഘോഷങ്ങളുടെ കലണ്ടർ പുറത്തുവിട്ടു. ഓഗസ്റ്റ് 21 ആരംഭിച്ച ഒക്ടോബർ 9 വരെ നീണ്ടുനിൽക്കുന്ന 1.5 മാസത്തെ വിപുലമായ കലാസാംസ്കാരിക പരിപാടികളാണ് പ്രവാസികൾക്കായി KCA ഇത്തവണ ഒരുക്കുന്നത്. ബഹ്റിനിലെ പ്രവാസി കൂട്ടായ്മയായ സിംസ് ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ വരെ നീളുന്ന വിപുലമായ കലാകായിക മത്സരങ്ങളും ഓണം മഹോത്സവവും സംഘടിപ്പിക്കുന്നു. പരിപാടികൾ സുഗമമായി നടത്തുന്നതിനായി 51 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. ഈ വർഷത്തെ പ്രധാന ആകർഷണമായ ഓണം മഹാസദ്യ സെപ്റ്റംബർ 4 അഥാരി പാർക്കിൽ വെച്ച് നടക്കും. പ്രവാസി എഴുത്തുകാരനും ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകനുമായ MF റഹ്മാൻ റേഷൻ കാലത്തെയും പഴയകാല ഓർമ്മകളെയും മുൻനിർത്തി രചിച്ച പറയാതെ വയ്യ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ഫ്രണ്ട്സ് സർഗവേദി സൽമാനിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് പ്രശസ്ത എഴുത്തുകാരി ഷെമിലി P. ജോൺ പുസ്തകത്തിന്റെ ബഹ്റൈൻ തല പ്രകാശനം നിർവഹിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.